വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നും ഒരു 3 കാർഡ് സ്പ്രെഡാണ് എടുക്കണത്. ഇന്ന് നമ്മൾ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഫേസ് ചെയ്യണ ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്നാണ് നമ്മൾ നോക്കണം. പ്രോബ്ലം നോക്കിയപ്പോൾ 2 of Wands ആണ്. 2 of Wands പറഞ്ഞാൽ ഭാവിയിലേക്ക് വേണ്ടി എന്തോ പ്ലാൻ ചെയ്തു, പക്ഷേ ആ പ്ലാൻ ചെയ്ത കാര്യം എടുത്താൽ പൊങ്ങാത്ത കാര്യമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അയാൾ എന്താണ് അറിയേണ്ടത് നോക്കുമ്പോൾ രണ്ടാമത്തെ കാർഡ് വന്നിങ്ങനെ വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യചക്രം. അതായത് തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൻ്റെ പുതിയ അവസരങ്ങളുടെ മാറ്റങ്ങളുടെ കാർഡാണ്. അപ്പോൾ ആ സമയത്ത് വളരെയധികം ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സമയമാണ്. ഇത് ഭാഗ്യചക്രമായതുകൊണ്ട് നമുക്ക് ഭാഗ്യമുള്ള സമയത്താണെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരും, അല്ലാത്ത സമയത്ത് മറിച്ചാവാനും സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം അവിടെ. കാരണം എടുത്താൽ പൊങ്ങാത്ത കാര്യം ഏറ്റെടുത്ത കാരണം അതിൻ്റെ ഒരു ടെൻഷനാണ്. അത് നല്ല സമയമാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അടുത്ത കാർഡ് വന്നിരിക്കണേ, ഇയാൾ എന്താണ് ഈ വ്യക്തി അറിയാത്ത കാര്യം എന്ന് വെച്ചപ്പോൾ 9 of Wands ആണ്. അതും ഒരു സ്ട്രഗിളിങ് പീരീഡാണ്. പക്ഷേ അയാൾക്ക് പ്രതീക്ഷയുണ്ട്, നല്ല ഉത്സാഹമുണ്ട്, പോസിറ്റീവാണ് കാർഡ്. അപ്പോൾ ഇതിനു മുമ്പിലുള്ള പാസ്റ്റിലെ ആ സ്ട്രഗിളിങ് പീരീഡിലെ കാര്യങ്ങൾ ഇയാൾക്ക് ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇദ്ദേഹം തന്നെ അറിയണില്ല. പക്ഷേ എന്നാലും അതിൻ്റേതായ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നാം. എന്നാലും ഉത്സാഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വെല്ലുവിളിയെ നേരിട്ട് പോവാന്നുള്ളതാണ് ഈ കാർഡ് പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.